ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീണ്ടും ഡയബറ്റീസിൻ്റെ പല മരുന്നുകളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ സൾഫോണുലിയൂറിയാസിനെ പറ്റി പറഞ്ഞു, ഗ്ലിപ്റ്റിൻസിനെ പറ്റി പറഞ്ഞു, GLP-1 അനലോഗ്സിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന ഡ്രഗ് ക്ലാസിനെ പറ്റിയാണ്. അതിൻ്റെ എക്സാമ്പിൾസാണ് ഡാപ്പാഗ്ലിഫ്ലോസോൺ, എംപാഗ്ലിഫ്ലോസോൺ, റെമോഗ്ലിഫ്ലോസോൺ, കാനാഗ്ലിഫ്ലോസോൺ എന്നിവ. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബ്ലഡിൽ എക്സസ് ആയിട്ടുള്ള ഷുഗർ യൂറിനിൽ കൂടിയാണ് പുറത്തു പോകുന്നത്. അത് നാച്ചുറലായിട്ടുള്ളൊരു മെക്കാനിസമാണ്. പക്ഷേ കിഡ്നീസ്, അതായത് വൃക്കകൾ, ഇങ്ങനെ പുറത്തു പോകുന്ന ഷുഗർ കുറച്ച് വീണ്ടും വലിച്ചെടുക്കും. അങ്ങനെ ആ ഒരു റീഅബ്സോർപ്ഷൻ, അതായത് കിഡ്നി വലിച്ചെടുക്കുന്നത് തടയുന്ന മരുന്നാണ് SGLT2 ഇൻഹിബിറ്റേഴ്സ്, അതായത് നമ്മൾ ഈ പറഞ്ഞ മരുന്നുകളെല്ലാം. അപ്പോൾ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിയിൽ കൂടെ നന്നായിട്ട് ഗ്ലൂക്കോസ് പുറത്തേക്ക് പോകാൻ തുടങ്ങും. അതായത് ഒരു 60 മുതൽ 100 ഗ്രാം വരെ പഞ്ചസാര ഒരു ദിവസം പുറത്തേക്ക് പോകും. അങ്ങനെ പോകുന്നത് കൊണ്ട് നമ്മളുടെ വെയിറ്റ് ഒരു 2 മുതൽ 3 കിലോഗ്രാം വരെ കുറഞ്ഞു കിട്ടും. അതായത് ഈ ക്ലാസ് ഓഫ് മരുന്നുകൾ എടുത്തു കഴിയുകയാണെങ്കിൽ നമ്മൾക്ക് വെയിറ്റ് ലോസ് സുനിശ്ചിതമാണ്. അപ്പം ഒരുപാട് വെയിറ്റ് കുറഞ്ഞവർ ഇതെടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഇമാഷിയേറ്റഡ് ആവുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കണം. കൂടാതെ നമ്മൾ ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്കൊക്കെ ഈ മരുന്ന് എടുക്കുകയാണെങ്കിൽ ഹാർട്ടിന് ചെറിയൊരു പ്രൊട്ടക്ഷൻ കിട്ടാറുണ്ട്. ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക് ഷുഗർ ഇല്ലെങ്കിൽ കൂടിയും ഈ മരുന്നുകൾ കാർഡിയോളജിസ്റ്റ് എഴുതാറുണ്ട്. ഇത് മാത്രമല്ല, ഇതിന് വൃക്കകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഇഫക്റ്റും കൂടിയുണ്ട്. അതായത് ഈ മരുന്ന് ഷുഗർ കുറയ്ക്കും, വെയിറ്റ് കുറയ്ക്കും, ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, വൃക്കകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതായത് ഇത് വളരെ ഒരു മാജിക് ഡ്രഗാണ്. പിന്നെ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മൂത്രത്തിൽ കൂടെ നമ്മൾ എന്തായാലും ഷുഗർ പോകുന്നുണ്ട്. നമ്മൾ എപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്താലും യൂറിൻ ഷുഗർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് കണ്ട് നമ്മൾ പേടിക്കരുത്. കാരണം ആ മരുന്നിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ തന്നെ അങ്ങനെയാണ്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ എഫക്റ്റ് തന്നെയാണ് യൂറിൻ ഷുഗർ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ യൂറിനിൽ കൂടെ ഷുഗർ പോകുന്നത് കൊണ്ട് നമ്മുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ യൂറിനിൽ ഷുഗർ പോകുന്നത് കൊണ്ട്, അഥവാ പഞ്ചസാര പോകുന്നത് കൊണ്ട് യൂറിൻ ചിലപ്പോൾ ഒരു കൾച്ചർ മീഡിയമായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതായത് ബാക്ടീരിയയ്ക്ക് വളരാനുള്ള ഒരു കൾച്ചർ മീഡിയമായിട്ട് ഈ മൂത്രം ആക്ട് ചെയ്യാം. അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ചെറിയ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും ബാഹ്യ ജനനേന്ദ്രിയങ്ങളിൽ ഇൻഫെക്ഷനും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നല്ലപോലെ വെള്ളം കുടിച്ച് പേഴ്സണൽ ഹൈജീൻ പാലിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സൈഡ് ഇഫക്റ്റ് വരാറില്ല. അങ്ങനെ ഒരു സൈഡ് ഇഫക്റ്റ് തന്നാൽ നിർത്തണമെന്നും എങ്ങും പറയുന്നില്ല. കാരണം ഇത് അത്രയ്ക്ക് ഗുണമുള്ള മെഡിസിനാണ്. പിന്നെ മൂത്രം ഇത്രയും പോകുന്നതുകൊണ്ട് നമ്മൾക്ക് നാച്ചുറലി ദാഹം കൂടും. അതായത് നമ്മൾ തേഴ്സ്റ്റും ഡീഹൈഡ്രേഷനും ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ്. പിന്നെ ഇത് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്നുള്ള അവസ്ഥ വളരെ വിരളമായിട്ട് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് കൊടുക്കാറില്ല. ഇനി ഇത് ആരൊക്കെയാണ് എടുക്കാൻ പാടില്ലാത്തത്? ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർ എടുക്കാൻ പാടില്ല. കാരണം അവർക്ക് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന കോംപ്ലിക്കേഷൻ വളരെ കോമൺ ആണ്. അത് ഓൾറെഡി നമ്മൾ പഴയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്താണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്നുള്ളത്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരും ഈ മരുന്ന് എടുക്കാൻ പാടില്ല. എൻ സ്റ്റേജ് കിഡ്നി ഡിസീസ് ഉള്ളവർ ഈ മരുന്ന് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ക്രിയാറ്റിൻ ഒത്തിരി കൂടുതലുള്ള ആൾക്കാരൊന്നും ഈ മരുന്ന് എടുത്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഈ മരുന്ന് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇവരൊക്കെയാണ് ഈ മരുന്ന് എടുക്കാൻ പാടില്ലാത്തവർ.